ഇന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നോക്കാം. ചാപ്റ്റർ 8 പവർ ടു ദി പീപ്പിൾ, അധികാരം ജനങ്ങൾക്ക്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളാണ് ജനാധിപത്യ രാജ്യത്തെ അധികാരികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ നാടൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ ജനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം. കുറച്ച് വാർത്താ കൊളാഷ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ദി പൂക്കോട്ടുമല മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് പൂക്കോട്ടുമല എന്നുള്ള ഗ്രാമത്തെക്കുറിച്ചാണ് പറയുന്നത്. വികസനത്തിൻ്റെ പൂക്കോട്ടുമല മാതൃക. കൊളാഷ് നോക്കാം. പൂക്കോട്ടുമല ദി 11th വാർഡ് വിൽ ബി ഡിക്ലെയർഡ് എ ഫിലമെൻറ്റ് ഫ്രീ സോൺ ടുഡേ. പൂക്കോട്ടുമല 11ാം വാർഡ് ഇന്ന് ഫിലമെൻറ്റ് രഹിത ഗ്രാമമായി പ്രഖ്യാപിക്കും. അതായത് ഫിലമെൻറ്റ് ബൾബുകളെല്ലാം തന്നെ ഒഴിവാക്കുമെന്നർത്ഥം. പൂക്കോട്ടുമല പച്ചത്തുരുത്ത് പ്രോജക്റ്റ് ടു ബി ഇനാഗുറേറ്റഡ് ഇൻ ദി 5th വാർഡ് ടുഡേ. പൂക്കോട്ടുമലയിലെ 5ാം വാർഡിൽ ഇന്ന് പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനമാണ്. ദി എഫേർട്സ് ഓഫ് ദി ജനകീയ സമിതി ഹാസ് റീപ്ഡ് ദി റിസൾട്ട്. പൂക്കോട്ടുമല വിൽ നോട്ട് ബി ആൻ ആരിഡ് വില്ലേജ് എനിമോർ. ജനകീയ സമിതിയുടെ പരിശ്രമമൊക്കെ ഫലം കണ്ടു. പൂക്കോട്ടുമല ഇനി സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമമാണ്. അതായത് കൃഷിയിടങ്ങളൊന്നും തരിശായി കിടക്കില്ല എന്നർത്ഥം. പൂക്കോട്ടുമല ദി 1st വാർഡ് വിൽ ബി ഗാർബേജ് ഫ്രീ ഹിയറാഫ്റ്റർ. അതായത് പൂക്കോട്ടുമലയിലെ 1ാം വാർഡ് സമ്പൂർണ്ണമായിട്ടും മാലിന്യ മുക്തമായിരിക്കും ഇനി മുതൽ. അപ്പോൾ നമ്മൾ ഈ വാർത്താ കൊളാഷൊക്കെ ശ്രദ്ധിച്ചു. അടുത്തത്, യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദി ഹെഡ്ലൈൻസ് അബൌട്ട് പൂക്കോട്ടുമല വില്ലേജ്. പൂക്കോട്ടുമല ഈസ് എ വില്ലേജ് ദാറ്റ് അക്കംപ്ലിഷ്ഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിത്ത് ദി participation of the people. Several developmental activities like self-sufficiency in food, development of watersheds, greenery in all wards, arid-free village, Janasamruddhi project and filament-free village have been implemented in various wards of Pookkottumala with the assistance and support rendered by the local self-government institutions. അതായത് ഈ പൂക്കോട്ടുമല ഗ്രാമത്തെ കുറിച്ചുള്ള വാർത്താ തലക്കെട്ടുകളൊക്കെ നമ്മൾ വായിച്ചല്ലോ. ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഒരു സുസ്ഥിരമായ പുരോഗതി കൈവരിച്ച ഗ്രാമമാണ് പൂക്കോട്ടുമല എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയുണ്ട്, തണ്ണീർത്തട വികസനം, പിന്നെ എല്ലാ വാർഡുകളിലും പച്ചത്തുരുത്തുകൾ, തരിശുരഹിത ഗ്രാമം, ജലസമൃദ്ധി പദ്ധതി, ഫിലമെന്റ് രഹിത ഗ്രാമം തുടങ്ങിയ അനവധി വികസന പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിവിധ വാർഡുകളിലായി നടപ്പിലാക്കിയിട്ടുള്ളത്. The active participation of the people in Gram Sabhas, the planning and timely intervention of officers and the commitment of the people have contributed to the development of Pookkottumala Panchayat in this way. അതായത് ഈ ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും ജനങ്ങളുടെ അർപ്പണ മനോഭാവവുമൊക്കെയാണ് പൂക്കോട്ടുമല ഗ്രാമത്തിൻ്റെ വികസനം ഇത്തരത്തിൽ സാധ്യമാക്കിയത് എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ബിക്കം ദി ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദി ഡെവലപ്മെൻറ്റൽ പ്രോഗ്രസ് ഓഫ് പൂക്കോട്ടുമല വില്ലേജ്. പൂക്കോട്ടുമല ഗ്രാമത്തിൻ്റെ വികസന മുന്നേറ്റങ്ങൾക്ക് പ്രേരക ശക്തിയായി തീർന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഇൻ ഗ്രാമസഭാസ്, ദി പ്ലാനിങ് ആൻഡ് ടൈംലി ഇൻ്റർവെൻഷൻ ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ദി കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദി പീപ്പിൾ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് പൂക്കോട്ടുമല പഞ്ചായത്ത് ഇൻ ദിസ് വേ അല്ലേ. അതായത് ഈ വികസന മുന്നേറ്റങ്ങൾക്ക് പ്രേരകശക്തിയായി തീർന്നത് ഈ ജനകീയ, അതായത് ഗ്രാമസഭയിലെ ജനകീയ പങ്കാളിത്തവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും ജനങ്ങളുടെ അർപ്പണ മനോഭാവവും ഒക്കെയാണ് അല്ലേ പൂക്കോട്ടുമല ഗ്രാമം ഇങ്ങനെ ഗ്രാമത്തിൻ്റെ വികസനം സാധ്യമാക്കിയത്. There may be some developmental activities that were planned and executed through Gram Sabhas and Ward Sabhas in your region as well. Find out and list them with the help of your teacher. അപ്പോൾ ഗ്രാമസഭകളിലൂടെ വാർഡ് സഭകളിലൂടെ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയ ചില വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പ്രദേശത്തും ഉണ്ടാകുമല്ലോ. ടീച്ചറുടെ സഹായത്തോടെ അവ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിലാണെങ്കിൽ ഗ്രാമസഭ, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ താമസിക്കുന്നത് വാർഡ് സഭ. അതായത് പഞ്ചായത്തിലെ ഗ്രാമസഭ, മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പ്രദേശത്തുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, റോഡ് നിർമ്മാണം,
പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഫോർ അംഗൻവാടിക്ക് വേണ്ടി കെട്ടിടം പണിതു. പിന്നെയോ കൺസ്ട്രക്ഷൻ ഓഫ് ഓപ്പൺ ജിം ഫോർ ലേഡീസ്, അല്ലേ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ജിം പണിതിട്ടുണ്ട്. പിന്നെയോ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഫോർ പുവർ പീപ്പിൾ, അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി വയ്ക്കുക. നെക്സ്റ്റ്, വെൻ യു ഗെറ്റ് ടു നോ ഗ്രാമസഭ ഓർ വാർഡ് സഭാസ് ക്ലോസ്ലി, എന്താണ് പറയുന്നത്? ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭകളെ അടുത്തറിയുമ്പോൾ. ഇതൊന്ന് വായിച്ചു നോക്കാം. നിവിൻ എന്ന കുട്ടി സോഷ്യൽ മീഡിയയിലിട്ടൊരു പോസ്റ്റാണ്. ഇതൊന്ന് വായിച്ചു നോക്കാം. It was only recently that I visited the Grama Sabha of my ward for the first time. I could understand how the public could participate in the discussion regarding the development of the place and to express opinions and in the decision-making process. A Grama Sabha is a committee that includes all who are enlisted in the voters list of each ward in every Gram Panchayat in the cities. It is known as Ward Sabha. It was a new piece of information for me that in Gram Sabha the day-to-day problems of people would also be discussed apart from the discussion on the development of the locality. The Gram Sabha is convened at least once in 3 months. The Panchayat President reminded us that the Gram Sabha is the platform for ensuring equality of status and equal rights among citizens. The ward member, who is also the convener, stated that Grama Sabhas provide opportunities for the public to participate in the democratic process and to take decisions. I understood that Grama Sabhas are places that require our active participation. എന്താണ് പറയുന്നത്? അപ്പോൾ അതായത് നിവിൻ എന്താണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായി സന്ദർശിച്ചത്. പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നത് എപ്രകാരമാണെന്ന് എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു സഭയാണ്. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന്. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്ക് മാത്രമല്ല ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകുമെന്നത് എനിക്ക് കിട്ടിയ പുതിയ അറിവാണ്. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് 3 മാസത്തിലൊരിക്കലാണ്. പൗരസമത്വവും തുല്യാവകാശവും ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നതെന്ന് കൺവീനറായ വാർഡ് മെമ്പർ പറയുകയുണ്ടായി. നമ്മുടെ എല്ലാ സജീവ പങ്കാളിത്തം ഉണ്ടാകേണ്ട ഇടമാണ് ഗ്രാമസഭ എന്ന് എനിക്ക് ബോധ്യമായി. നിവിൻ ഗ്രാമസഭ സന്ദർശിച്ചിട്ട് ഇപ്രകാരമാണ് അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തെന്താണ്? ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ് ഫ്രം നിവിൻസ് പോസ്റ്റ്. അതായത് നിവിൻ്റെ പോസ്റ്റിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തണം. വാട്ട് ഈസ് റെഫേർഡ് ടു ഇൻ ദി പോസ്റ്റ്? പോസ്റ്റിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഗ്രാമസഭ, അല്ലേ, ഗ്രാമസഭയെക്കുറിച്ചാണ് പറയുന്നത്. വാട്ട് ആർ ഡിസ്കസ്ഡ് ഇൻ ഗ്രാമസഭാസ്? ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ വുഡ് ഓൾസോ ബി ഡിസ്കസ്ഡ് അപ്പാർട്ട് ഫ്രം ദി ഡിസ്കഷൻ ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലൊക്കാലിറ്റി, അല്ലേ. അതായത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും പിന്നെ എന്താണ് അവിടുത്തെ ലൊക്കാലിറ്റിയുടെ വികസനത്തെക്കുറിച്ചുമൊക്കെയാണ്, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വികസനത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. ഹു പ്രിസൈഡ്സ് ഓവർ എ ഗ്രാമസഭ? അതായത് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്. വാട്ട് ഈസ് ദ സിസ്റ്റം ഇൻ സിറ്റീസ് വിച്ച് ഈസ് ഈക്വൽ ടു ഗ്രാമസഭാസ്?
അതായത് ഗ്രാമസഭയ്ക്ക് സമാനമായിട്ട് നഗരങ്ങളിലുള്ള സംവിധാനം ഏതാണ് വാർഡ് സഭ. അടുത്തത് ഹു ഇസ് ദി കൺവീനർ ഓഫ് ദി ഗ്രാമസഭ? ആരാണ് ഗ്രാമസഭയുടെ കൺവീനർ? ആരാണ്? വാർഡ് മെമ്പർ. ഇനി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, കതിർമല ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭ നോട്ടീസാണ്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. കതിർമല ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് ഓഫ് ദി ഗ്രാമസഭ. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കൺവീൻ എ മീറ്റിംഗ് ഓഫ് ദി 14th വാർഡ് മേലാറ്റൂർ of the Kadirmala Grama Panchayat in 29/7/2023 at 2:30 p.m. at the Kadirmala Family Health Center to discuss the following agenda. All voters of the Melatur ward are requested to participate in the meeting. Convener ward member. അപ്പോൾ കതിർമല ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമസഭയെക്കുറിച്ച് നോട്ടീസാണ്. കതിർമല ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡിലെ മേലാറ്റൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. യോഗം 29/7/2023 ശനിയാഴ്ച 2:30 കതിർമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരമുള്ള അജണ്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് യോഗം ചേരുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രസ്തുത യോഗത്തിൽ മേലാറ്റൂർ വാർഡിലെ എല്ലാ വോട്ടർമാരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അജണ്ട എന്താണെന്ന് നോക്കാം. അതിൽ അജണ്ട എന്ന് പറയുന്നത് നാടിൻ്റെ പൊതുവികസനം സംബന്ധിച്ച ചർച്ചകളും പ്രതിഭകളെ ആദരിക്കലും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കലുമൊക്കെയാണ്. പിന്നെ സ്ത്രീ ശാക്തീകരണ പരിപാടിയുണ്ട്. പിന്നെ എന്താണ് ഒരു നോട്ടീസ് പോലെ കൊടുത്തിരിക്കുന്നത്, 50 രൂപ യൂസർ ഫീ നൽകി അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകാതെ കത്തിക്കുകയോ വലിച്ചെറിയുകയോ കുഴിച്ചിടുകയോ ചെയ്യുന്നത് കതിർമല ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റ് ബൈലോ 2021 പ്രകാരം ശിക്ഷാർഹമാണെന്നാണ് പറയുന്നത്. പിന്നെ അതിൽ NB കൊടുത്തിരിക്കുന്നത് ഈ ഹരിതകർമ്മസേനയ്ക്ക് 50 രൂപ നൽകി മാലിന്യങ്ങളൊക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ അതിലെ ക്വസ്റ്റ്യൻ എന്താണ്? ഹാവ് യു സീൻ ദി നോട്ടീസ് ആൻഡ് ദി picture given above? These are the pictures of the Gramasabha and the notice for convening it. Find out and list what activities are going on in the Gramasabha from the notice. ഇപ്പോൾ എന്താണ് പറയുന്നത്? ഈ നോട്ടീസും ചിത്രമൊക്കെ നമ്മൾ വായിച്ചു അല്ലേ. അപ്പോൾ ഈ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതിനുള്ള നോട്ടീസിൻ്റെയും ഗ്രാമസഭയുടെയും ചിത്രങ്ങളാണിത്. നോട്ടീസിൽ നിന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഗ്രാമസഭയിൽ നടക്കുന്നതെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തണം. അപ്പോൾ ആ അജണ്ട എഴുതിയാൽ മതി. അജണ്ട എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അത് എഴുതുക. അത് ഏതൊക്കെയാണത്? റീജിയണൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഡിസ്കഷൻ ആൻഡ് പ്ലാനിങ്, അതായത് പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുടെ ചർച്ചയും ആസൂത്രണവും. പിന്നെ എന്താണ്? പിന്നെ ഹോണറിങ് ദി ടാലൻറ്റഡ് പേഴ്സൺസ് അല്ലേ, ഈ ടാലൻറ്റഡ് ആയിട്ടുള്ള അതായത് പ്രതിഭകളെയൊക്കെ ആദരിക്കൽ. പിന്നെ ലെറ്റ്സ് പ്രൊസീഡ് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം, അതായത് മുന്നേറ സ്ത്രീ ശാക്തീകരണം. ഇതൊക്കെയാണ് അജണ്ട എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? കൺസോളിഡേറ്റ് ദി ഫാക്ട്സ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഓൺ ദി ഫങ്ഷനിങ് ഓഫ് ഗ്രാമസഭാസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഗ്രാമസഭകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ക്രോഡീകരിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രാമസഭയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു കുറിപ്പൊക്കെ തയ്യാറാക്കുക. എന്തൊക്കെ എഴുതാം നമുക്ക്? ജനാധിപത്യ സംവിധാനത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനമാണ് അല്ലേ ഗ്രാമസഭ എന്ന് പറയുന്നത്. ഒരു പഞ്ചായത്തിലെ ഓരോ നിയോജക മണ്ഡലവും അതായത് വാർഡ് ഓരോ ഗ്രാമസഭയാണ്. ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ആ ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. പിന്നെ ഗ്രാമപഞ്ചായത്തിലെ അംഗമാണ് ഗ്രാമസഭ കൺവീനർ എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് അധ്യക്ഷൻ. വർഷത്തെ 4 പ്രാവശ്യമെങ്കിലും ഗ്രാമസഭ യോഗം ചേരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതുക. അടുത്തെന്താണ്? ലെറ്റ്സ് കൺവീൻ എ ക്ലാസ് സഭ. ഷുഡ് വി ഓർഗനൈസ് എ മോഡൽ ക്ലാസ് സഭ ഇമാജിനിങ് യുവർ സ്കൂൾ ആസ് എ ഗ്രാമപഞ്ചായത്ത് ആൻഡ് യുവർ ക്ലാസ് ആസ് വാർഡ്. Let the class leader be the representative of the ward.
അതായത് നിങ്ങളുടെ സ്കൂളിനെ ഒരു ഗ്രാമപഞ്ചായത്തായിട്ടും ക്ലാസ്സിനെ ഒരു വാർഡായിട്ടും സങ്കല്പിച്ച് ഒരു മാതൃക ക്ലാസ് സഭ ചേർന്നാലോ എന്നാണ് പറയുന്നത്. ക്ലാസ് ലീഡർ വാർഡ് പ്രതിനിധി ആകട്ടെ. ക്ലാസ് സഭ ചേരാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് us prepare a notice to invite members for the class sabha. What the details that have to be furnished in the notice, which are the development activities to be discussed in the class sabha. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് സഭയ്ക്കായിട്ട് നമുക്ക് ഈ അംഗങ്ങളെയൊക്കെ ക്ഷണിക്കാൻ ഒരു നോട്ടീസ് തയ്യാറാക്കണം. പിന്നെ എന്തൊക്കെ വിവരങ്ങളാണ് നോട്ടീസിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വേണം. ക്ലാസ് സഭയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നോട്ടീസിൽ വേണം. അപ്പോൾ എന്തൊക്കെ വേണം നോട്ടീസിൽ? ഈ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ വേണം? 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദി ചേഞ്ചസ് ഫോർ മേക്കിംഗ് ദി ക്ലാസ് റൂം ചൈൽഡ് ഫ്രണ്ട്ലി, അതായത് ക്ലാസ് മുറികൾ ചൈൽഡ് ഫ്രണ്ട്ലി, ശിശു സൗഹൃദമാക്കാൻ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്. പിന്നെയോ ആക്ടിവിറ്റീസ് ഫോർ ദി ക്ലീൻലിനെസ് ഓഫ് ദി സ്കൂൾ പ്രിമൈസസ്, അതായത് വിദ്യാലയത്തിലെ സ്കൂളിലെ ശുചിത്വം സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്കൂളിലെ ശുചിത്വത്തെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ എന്തൊക്കെ എഴുതാം? ലേണിംഗ് ആക്ടിവിറ്റീസിലെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെയോ റെക്കഗ്നൈസ് ഡിഫറെൻറ്റ് ടാലൻസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് എൻകറേജ് ദം, അതായത് വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെയോ ഡിസ്കസിങ് ദി സ്കൂൾ ലഞ്ച് പ്രോഗ്രാം, സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. പ്രിപ്പയർ എ നോട്ടീസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ടീച്ചർ ആൻഡ് ഓർഗനൈസ് ദി ക്ലാസ് സഭ, അതായത് ടീച്ചറുടെ സഹായത്തോടെ നോട്ടീസ് തയ്യാറാക്കി ക്ലാസ് സഭ നിങ്ങളങ്ങനെ സംഘടിപ്പിക്കുക. വെൻ വില്ലേജസ് ബിക്കം ദി ഫൗണ്ടേഷൻ, ഗ്രാമങ്ങൾ അടിസ്ഥാനമാകുമ്പോൾ. ഗാന്ധിജീസ് ഡ്രീം, എന്താണ് ഗാന്ധിജീസ് ഡ്രീം? അദ്ദേഹം ഹരിജൻ മാസികയിൽ എഴുതിയതാണ്. അത് എഴുതിയിരിക്കുന്നത് 1942 1942 ഒന്ന് വായിച്ചു നോക്കാം. ഗാന്ധിജീസ് ഡ്രീം. My idea of village Swaraj is that it is a complete republic independent of its neighbors for its own vital parts and yet interdependent for many others, in which dependence is a necessity. Thus, every village's first concern will be to grow its own food crops and cotton for its cloth. It should have a reserve for cattle, recreation and playground for adults and children. Then, if there is more land available, it will grow useful money crops. എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം? എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത്, ഗാന്ധിജിയുടെ. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്ക് ആവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഗാന്ധിജിയുടെ ഒരു സ്വപ്നം. അദ്ദേഹത്തിൻ്റെ ഗ്രാമസ്വരാജിനെ കുറിച്ചുള്ളൊരു സ്വപ്നമാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദി വിഷൻ ഓഫ് ഗാന്ധിജീസ് കൺസേണിങ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ്, അതായത് ഗ്രാമങ്ങളുടെ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ്? അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദി മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ്, അതായത് ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിലെല്ലാം സ്വയം പര്യാപ്തത കൈവരിക്കുക, മറ്റുള്ള ഗ്രാമങ്ങളെയൊക്കെ ആശ്രയിക്കാതെ ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിലൊക്കെ സ്വയം പര്യാപ്തത കൈവരിക്കുക. പിന്നെ ഏതാണ്? വില്ലേജ് ബിക്കംസ് ഫുൾ റിപ്പബ്ലിക്സ്, അല്ലേ? വില്ലേജ് എന്ന് പറയുന്നത് ഫുൾ റിപ്പബ്ലിക്കായിരിക്കണം. പിന്നെ എന്താണ്? ദി വില്ലേജസ് ഷുഡ് ബി ടു ഇൻക്രീസ് ദി ഈൽഡ് ഓഫ് ഫുഡ് ആൻഡ് കോട്ടൺ, അല്ലേ? അതായത് ഈ ഫുഡ് പിന്നെ കോട്ടൺ ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കണം. അതായത് ഭക്ഷ്യവിളവും പിന്നെ കോട്ടൺ അതായത് പരുത്തിയുടെ വിളവൊക്കെ വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത്.
പിന്നെ എന്താ പറയുന്നത്, കാറ്റിൽ ഷുഡ് ഹാവ് സെപ്പറേറ്റ് പ്ലേസ് ഇൻ ദി വില്ലേജ്. അതായത് ഈ കന്നുകാലികൾക്കൊക്കെ പ്രത്യേക സ്ഥലം ഗ്രാമത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഗാന്ധിജി പറയുന്നത്. പിന്നെ ബോത്ത് അഡൾട്ട്സ് ആൻഡ് ചിൽഡ്രൻ നീഡ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്സ്. അതായത് പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്, അതായത് ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വിനോദശാലകളും ഒക്കെ വേണമെന്നാണ് പറയുന്നത്. ഗാന്ധിജി believed that the soul of India lies in the villages and that the country can make progress only through the development of the villages. Villages are the basic unit of democratic governance. Therefore, the welfare of people increase with the increase of the power of the panchayats. Gandhiji considered Gram Swaraj as self-government body. Decentralization of power is the means to realize the concept of Gram Swaraj as envisioned by Gandhiji. The concept of Gram Swaraj gets materialized when power is decentralized to the people. അതായത് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഈ ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതി സാധ്യമാകൂ എന്നും ഗാന്ധിജി വിശ്വസിച്ചു. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയം ഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. പവർ ഈസ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് അതായത് ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിനെ കുറിച്ചുള്ള സങ്കല്പമാണ്. ഇനി വെൻ പവർ ഈസ് ഡീസെൻട്രലൈസ്ഡ്, അധികാരം വികേന്ദ്രീകരിക്കുമ്പോൾ എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്ത് ഇൻ്റർവെൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്രിഡ്ജ് കംപ്ലീറ്റഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടു, പാലം പണി വേഗത്തിൽ പൂർത്തിയായി. സ്പെഷ്യൽ കമ്മിറ്റി ഇൻ ഗ്രാമസഭ ടു ഐഡൻറ്റിഫൈ ദി ഡിസർവിംഗ് സ്വപ്നഭവനം പ്രോജക്റ്റ് ബിക്കംസ് എ റിയാലിറ്റി. അതായത് അർഹരായവരെ കണ്ടെത്താൻ ഗ്രാമസഭയിൽ പ്രത്യേക സമിതി. സ്വപ്നഭവനം പദ്ധതി യാഥാർത്ഥ്യമായി എന്നാണ്. ദി വാർഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ബിക്കംസ് ആക്റ്റീവ്, ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ഫോർ ഓൾ. വാർഡ് വികസന സമിതി സജീവമായി, എല്ലാവർക്കും കുടിനീർ സുലഭം. അതായത് ഇഷ്ടംപോലെ വെള്ളം. ഫാർമേഴ്സ് കളക്റ്റീവ് അലൈവ് റീപ്പിംഗ് മെഷീൻസ് സെറ്റ് ഫോർ ദി ഫീൽഡ്സ്. പിന്നെ കർഷക കൂട്ടായ്മയൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് കൊയ്ത്ത് യന്ത്രങ്ങളൊക്കെ പാടത്തേക്ക് വന്നു. പീപ്പിൾ ടേക്ക് ഇനിഷ്യേറ്റീവ്, ഷെയ്ഡ് ബ്ലൂംസ് ഓൺ ദി റോഡ് സൈഡ്. ജനങ്ങൾ മുൻകൈയെടുത്ത് പാതയോരങ്ങളിൽ തണൽ വിരിഞ്ഞു എന്നാണ്. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസസ് വില്ലേജ് റോഡ് സെറ്റ് ഫോർ സർവീസ്. അതായത് ജനപങ്കാളിത്തം ഏറെ ചെയ്തുകൊണ്ട് ഗ്രാമത്തിലെ റോഡുകളൊക്കെ സജ്ജമായിരിക്കുകയാണ്, സഞ്ചാരയോഗ്യവുമായിരിക്കുകയാണ്. Hope you have identified from the colloque given above the regional developmental projects that attained success through public participation. നമ്മൾ ഈ കൊളാഷ് വായിച്ചല്ലോ, അതിൽ നിന്ന് ജനപങ്കാളിത്തം കൊണ്ട് വിജയം കൈവരിച്ച പ്രാദേശിക വികസന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു അല്ലേ? ജനപങ്കാളിത്തം കൊണ്ട് ഏതൊക്കെയാണെന്ന്, അതായത് കൊയ്ത്തുയന്ത്രങ്ങൾ പാടത്തേക്ക് വന്നു, എല്ലാവർക്കും കുടിനീര്, പാലം പണി വേഗത്തിൽ പൂർത്തിയായി, പാതയോരങ്ങളിൽ തണൽ, അങ്ങനെയൊക്കെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വിജയം കൈവരിച്ച വികസന പദ്ധതികളാണ്. ഡെമോക്രസി ബിക്കംസ് മീനിങ്ഫുൾ വെൻ പവർ ഈസ് ഡീസെൻട്രലൈസ്ഡ് ടു ഓൾ പീപ്പിൾ ആൻഡ് നോട്ട് സിംപ്ലി വെസ്റ്റഡ് വിത്ത് സം. ദസ് ഇൻ എ political or administrative system, the transfer of power legally to the people to take decisions and execute them is called decentralization of power. അതായത് അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അർത്ഥപൂർണമാകുന്നത്. ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലേ, എല്ലാ ജനങ്ങളിലേക്കും അത് എത്തപ്പെടണം, അപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം എന്ന്
പറയുന്നത്. അപ്പോൾ എന്താണ് അധികാര വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് വെച്ചാൽ എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ലീഗലി ടു ദി പീപ്പിൾ ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ദം ഈസ് കോൾഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. അടുത്തത് സെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര കേന്ദ്രീകരണം. The power to take decisions and execute them in administration matters centered on some people is called centralization of power. Here the common people comparatively do not get the opportunity to become a part of administrative affairs. എന്താണ് പറയുന്നത്? അതായത് ഈ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം, അതായത് സെൻട്രലൈസേഷൻ ഓഫ് പവർ. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ അധികാരം എല്ലാവരിലേക്കും എത്തുന്ന അവസ്ഥയാണ്, അല്ലേ, എല്ലാ ജനങ്ങളിലേക്കും. ഈ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നു. അതിനെയാണ് സെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരങ്ങളൊന്നും കിട്ടില്ല, അത് വളരെ കുറവായിരിക്കും. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഫീച്ചേഴ്സ്, അതായത് അധികാര വികേന്ദ്രീകരണം. ഡീസെൻട്രലൈസേഷൻ എല്ലാവർക്കും അധികാരം, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, സവിശേഷതകൾ. അതൊന്ന് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്. ഇപ്പോൾ ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്, അതായത് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഉണ്ടാവും. ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്, അതായത് വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാനായിട്ട് കഴിയും. ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലോക്കൽ ഇക്കോണമി, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. പിന്നെ എന്താണ്? വുമൺ ആൻഡ് ദി മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും എന്താണ്? അവർക്കൊക്കെ നേതൃശേഷിയും ഭരണ പരിചയവും കൈവരുന്നു. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അഥവാ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. Have you noticed the concept map given above? Discuss the features of decentralization and write a description. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഇത് ആശയപ്പെടാൻ ശ്രദ്ധിച്ചിട്ട് സവിശേഷതകൾ ചർച്ച ചെയ്തൊരു വിവരണം തയ്യാറാക്കുക. ഇതൊക്കെ തന്നെ എഴുതി വയ്ക്കുക. ഡീസെൻട്രലൈസേഷൻ ഓവർ ദി ഇയേഴ്സ്, അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. The Panchayat was a rural administrative arrangement that had existed in our country since ancient times. They were the focal points of rural life. The word Panchayat was formed from the Sanskrit words Panja, 5, and Ayat, meaning with the dominance of the British rule, the Panchayat system became weakened. However, it was the reforms introduced by Lord Ripon in 1882 that revived the local self-government system. When the Government of India Act came into existence in 1935, the local self-government bodies were given more power and they were restructured. എന്താണ്? ഈ പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പഞ്ച എന്ന് പറഞ്ഞാൽ 5, യോഗം, ആയത് എന്ന് പറഞ്ഞാൽ യോഗം അഥവാ സമ്മേളനം, ആയത് അതായത് അതിൻ്റെ അർത്ഥം മീറ്റ്. അപ്പോൾ ഇങ്ങനെ 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. പഞ്ച പിന്നെ ആയത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പുരാതന കാലം മുതലേ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ഗ്രാമീണ ഭരണ വ്യവസ്ഥയാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അടുത്തത്
Decentralization in the Constitution. The formation of Panchayat is referred to in Article 40 as part of the directive principles in the Constitution of India. However, the absence of a strong local administrative system adversely affected rural development in India. Several committees were constituted to resolve this and to strengthen the local self-government system. The prominent among them are the committees formed under the leadership of അപ്പോൾ എന്താ പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയിലെ ഈ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ്, അതായത് നിർദ്ദേശകത്വങ്ങളുടെ ഭാഗമായിട്ട് അനുച്ഛേദം 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അതായത് ശക്തമായിട്ടൊരു പ്രാദേശിക ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായിട്ട് നിരവധി കമ്മിറ്റികളൊക്കെ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്ത ആൻഡ് അശോക് മേത്തയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. ദി റെക്കമെൻഡേഷൻ ഓഫ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ദ 3-tier പഞ്ചായത്ത് സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പരിഷത്ത്, അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയാണ്. ദി പവർ ഫോർ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ടു ബി ഗീവൺ ടു പഞ്ചായത്ത് കമ്മിറ്റീസ് ആൻഡ് സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഡിസ്ട്രിക്ട് പരിഷത്ത്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്ത്, അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഡിസ്ട്രിക്ട് പരിഷത്ത് ആൻഡ് പഞ്ചായത്ത് കമ്മിറ്റി, ജില്ലാ പഞ്ചായത്തിലെ പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. ഇനി അശോക് മേത്ത കമ്മിറ്റി എന്താണ് പറയുന്നത്? ദി റെക്കമെൻഡേഷൻസ് ഓഫ് അശോക് മേത്ത കമ്മിറ്റി 1978. ദി 2-tier സിസ്റ്റം, മാൻഡിൽ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പരിഷത്ത്. അതായത് ദ്വിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പറയുന്നത്, അതായത് അശോക് മേത്ത കമ്മിറ്റി വന്നിരിക്കുന്ന 2 തരത്തിലുള്ള പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചാണ്. ഒന്ന് മണ്ഡൽ, അതായത് മണ്ഡൽ പഞ്ചായത്ത്, പിന്നെ അടുത്ത ജില്ലാ പരിഷത്ത്. ദി ഡിസ്ട്രിക്ട് പരിഷത്ത് ഷോൾ ഹാവ് ദി ചാർജ് ഓവർ ദി ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. മണ്ഡൽ പഞ്ചായത്ത് ആർ ഇൻ ചാർജ് ഓഫ് ദി വില്ലേജസ്. അതായത് ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതലയൊക്കെ ഉണ്ടാകുന്നത്. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഫോർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത ഉണ്ടാവണം. റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതായത് പട്ടികജാതി പട്ടികവർഗ സംവരണം ഉണ്ടായിരിക്കണം. കണ്ടക്ട് എ പാനൽ ഡിസ്കഷൻ ഇൻക്ലൂഡിംഗ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദി 2 committees given above. അതായത് ഇപ്പോൾ മുകളിൽ നൽകിയ 2 കമ്മിറ്റികളെ കുറിച്ചില്ല, മുകളിൽ നൽകിയിരിക്കുന്നത്, അതായത് ഈ 2 കമ്മിറ്റികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊരു പാനൽ ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ബിഗിനിങ്, അതായത് തുടക്കം. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എവിടെയാണ്? ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഫസ്റ്റ് ഇൻ രാജസ്ഥാൻ ആസ് പെർ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു inaugurated the project in Nagar district in Rajasthan on October 2nd, 1959. The Panchayat Raj system came into existence in Andhra Pradesh, Tamil Nadu and West Bengal the same year. അതായത് ഈ ബൽവന്ത് റായ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടത്തി വന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. ഇന്ന് ക്ലാസ് ഇപ്പം നമുക്ക് ക്ലാസ് തീർക്കാൻ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം കൂടി എടുക്കാം. എല്ലാവർക്കും നമസ്കാരം.